ഇവിടെ ഒരു കൊച്ചുപയ്യൻ ഒരു തണ്ണിമത്തങ്ങ എടുത്ത് കഴിക്കുകയാണ്. പക്ഷെ കഴിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ ഒരു കുരുവും കൂടി അവൻ വിഴുങ്ങുന്നു. നോക്കുമ്പോ ആ കുരു അവന്റെ ആമാശയത്തിലെത്തി വളരാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ അവൻ ഉറക്കമുണർന്നതും അവന്റെ ബെഡിൽ നിറയെ മത്തൻ ഇലകൾ കിടക്കുന്നു. എന്നിട്ട് അവൻ പല്ല് തേക്കാൻ പോയപ്പോ അവന്റെ വായിൽ നിന്ന് ഇല പുറത്തു വരുന്നത് കണ്ടവൻ ടെൻഷനായി തറയിലേക്ക് വീഴാണ്. ആ സമയത്ത് അവന്റെ മൂക്കിൽ നിന്ന് വാട്ടർമെലൻ ചെടി വളർന്ന് പുറത്തേക്ക് വരുന്നു. ശേഷം അവൻ ക്ലാസ്സിൽ എത്തിയപ്പോൾ അവന്റെ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് വള്ളികൾ പുറത്തേക്ക് വളർന്നു വരാൻ തുടങ്ങി. ഇത് കണ്ടവന്റെ ക്ലാസ് ടീച്ചർ അവനോട് പുറത്തു പോകാൻ പറയുന്നു. എന്നിട്ട് അവന്റെ മൂക്കിൽ നിന്നുള്ള വള്ളി പറിച്ചെടുത്തത് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. ഉടനെ അവനത് രുചിച്ചു നോക്കിയതും അത് ബ്ലഡ് അല്ലായിരുന്നു, തണ്ണിമത്തന്റെ ജ്യൂസ് ആയിരുന്നു. അപ്പോൾ തന്നെ അവന്റെ മൂക്കിൽ നിന്ന് ഒരുപാട് ജ്യൂസ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഡോക്ടർ അവന്റെ കണ്ണ് നോക്കുമ്പോ കൃഷ്ണമണി പെട്ടെന്ന് വാട്ടർമെലന്റെ കുരുവായിട്ട് മാറുകയാണ്. എന്നിട്ട് വായ തുറന്നതും വായും വാട്ടർമെലന്റെ ഫ്ലഷ് ആയി മാറിയിരിക്കുന്നു. ഉടനെ ഡോക്ടർ കത്രിക എടുത്ത് അവന്റെ ശരീരത്തിലെ വള്ളികളെല്ലാം മുറിക്കുകയാണ്. പക്ഷെ എത്ര മുറിച്ചിട്ടും വളർച്ച നിൽക്കാത്തത് കൊണ്ട് ഡോക്ടർ ഒരു സോ മെഷീൻ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് വരുന്നു. ഇത് കണ്ട് പേടിച്ചവൻ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് അവന്റെ വയറുരുണ്ട് തറയിലേക്ക് വീണ് ഹോസ്പിറ്റലിൽ കൂടി അവൻ നിരങ്ങി പോവാണ്. ശേഷം അവൻ സ്കൂളിലെ റണ്ണിംഗ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എന്ന് അവൻ ഓടാൻ നിന്നതും അവന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് തണ്ണിമത്തനായിട്ട് മാറി ഉരുണ്ട് അവൻ ആ കോമ്പറ്റീഷൻ ജയിക്കുകയാണ്. എന്നിട്ട് അവൻ പാർക്കിലെ കളിച്ചോണ്ട് നിന്നപ്പോ ഊഞ്ഞാലിൽ നിന്ന് അവൻ തെറിച്ച് തറയിലേക്ക് വീണതും അവന്റെ ബോഡി മുഴുവൻ ഒരു തണ്ണിമത്തനായിട്ട് മാറി പൊട്ടിപ്പോകുന്നു. ഉടനെ ഇത് കണ്ട കുറച്ച് കുട്ടികൾ ഓടി വന്ന് ആ തണ്ണിമത്തനെടുത്ത് കഴിക്കാൻ തുടങ്ങി.